ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പഴയ ടോപ്പ് വെച്ചിട്ട് 4 വയസ്സായ കുഞ്ഞിന് നമുക്കൊരു ലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടോപ്പിൻ്റെ ബോട്ടം പോർഷനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാൻ ഫുൾ ലെങ്തിലെ ടോപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 35 ഇഞ്ചസ് ലെങ്ത് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഷോൾഡർ 5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ആം ഹോൾ 5.5 ഇഞ്ചസ് ആണേ. ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചസ് അലവൻസും കൂടി ചേർത്ത് 8 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ലെങ്ത് 10 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചസ് ആണ്, പ്ലസ് 1 ഇഞ്ചസ് അലവൻസും കൂടി ചേർത്ത് നമ്മൾ 7 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴെ എത്ര ലെങ്ത് എടുത്ത് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി ആം ഹോൾ കർവ് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളൊക്കെ വരച്ചു കൊടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്യാം. നെക്ക് ഞാനിവിടെ ഫ്രണ്ട് നെക്ക് സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്ക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ലെങ്ത് വന്നിട്ട് ഫ്രണ്ട് നെക്കിന് 3.5 ബാക്ക് നെക്കിന് 2 ഇഞ്ചസും ആണ്. പിന്നെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടും അലവൻസ് ഇട്ട് എടുക്കാം. ലൈൻ ടോപ്പ് എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസിന് മാത്രം ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിന് ലൈനിങ് കൊടുക്കുന്നില്ല. ഫ്രണ്ട് പീസ് ഇതുപോലെ സെപ്പറേറ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൈനിങ്ങിലും മെയിൻ ഫാബ്രിക്കിലും ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ അംബർല സ്ലീവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്ന മെറ്റീരിയൽ ഉണ്ടാകുന്ന നോക്കുകയാണ് കേട്ടോ സ്ലീവിന്. അപ്പോൾ അത് എനിക്കൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു ചുരിദാർ ടോപ്പ് ചുരിദാർ സെറ്റ് ചെയ്തതിൻ്റെ ബാലൻസ് പീസാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ മെറ്റീരിയലിനെ 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിടാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 7 ഇഞ്ചസ് ആണ് എടുത്തത്. അപ്പോൾ 7 ഇഞ്ചസ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ പോയിന്റിലും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ അത് സെമി സർക്കിൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് 3 ഇഞ്ചസ് നമുക്ക് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ പോർഷനും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊരു റൗണ്ട് ഇതുപോലെ വീണ്ടും ഒരു കുഞ്ഞ് സെമി സർക്കിൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ ഒരു കുഞ്ഞ് സെമി സർക്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതുപോലെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ലെയർ കൊടുക്കുന്ന അനുസരിച്ച് ഡ്രസ്സിന് നല്ല ഭംഗിയാവും. അപ്പോൾ എനിക്കിവിടെ 2 ലെയർ കൊടുക്കാനുള്ള ഫാബ്രിക് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിന് നമുക്ക് ലെങ്ത് കുറച്ചും കൂടി കൊടുക്കാം. ഫസ്റ്റ് ലെയറിന് വന്നത് 5 ഇഞ്ചസ് ലെങ്താണ്. സെക്കൻഡ് ലെയറിന് വന്നത് 7 ഇഞ്ചസ് ആണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചത് 7 ഇഞ്ചസ് ആണ്. അതുപോലെ നമുക്ക് 2 സ്ലീവിനും കൂടി കട്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറും സെയിം ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി ഈ സെൻറ്റർ പോയിന്റുമായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ ഒരു വീതി കുറഞ്ഞ പോർഷനില്ലേ, ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് പിന്ന് കുത്തി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ചൊക്കെ ചെയ്യാം. നമ്മൾ ലൈൻ ഫ്രോക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ. ഫസ്റ്റ് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നല്ല വശത്ത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മറിച്ചിടുന്ന ആ ഒരു പ്രോസസ്സാണ്. ബാക്ക് പീസിൽ ഞാൻ അതുപോലെ തന്നെ ഫുള്ളിന് ലൈനിങ് കൊടുക്കുന്നില്ല. കുറച്ച് പോർഷനിൽ മാത്രം ലൈനിങ് കൊടുത്ത് ആ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ലൈനിങ് കൊടുത്തിട്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫാബ്രിക്കിൽ നിറച്ച് കല്ലായിരുന്നു കേട്ടോ. ആം ഹോളിൽ നിന്ന് കല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന്
സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിത് ആം ഹോളിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഒരിക്കലും വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മെഷർമെൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.